ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റീനാസ് ഫുഡ് റെസിപ്പീസ്. ഇന്ന് നമ്മുടെ ആലക്കുടി ചക്കപ്പഴം വെച്ചിട്ടുള്ള ഒരു മധുരമാണ് ചെയ്യുന്നത്. ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോയുടെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്നുള്ള ഓപ്ഷനിലൊന്ന് ടച്ച് ചെയ്യുക. അപ്പോൾ ഒരു ബെല്ലൈക്കൺ വരും, അതൊന്ന് ആക്ടിവേറ്റ് ചെയ്യുക. അപ്പോൾ ഓൾ എന്നുള്ള ഓപ്ഷൻ കാണും, അതുകൂടി ആക്ടിവേറ്റ് ചെയ്യുമ്പോഴാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് സമയത്ത് ലഭിക്കുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ചക്കപ്പഴം ഇപ്പോൾ ഏകദേശം ഒന്ന് തീരാറായി വന്നിരിക്കുകയാണ്. ഈ സമയത്ത് നമുക്ക് ഇനിയും കുറേ പരീക്ഷിക്കാത്ത വിഭവങ്ങളെല്ലാം ട്രൈ ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ ഒരു 12 ചക്കച്ചുള പഴുത്തത് ഒന്ന് അരച്ചെടുത്തിരിക്കുന്നതാണ്. ഇതിൽ കട്ടകളൊന്നും കൂടാതെ ഒരു അരിപ്പയെ കൂടെ ഒന്ന് അരിച്ചെടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അതിലോട്ടൊരു 1 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്കിതൊന്ന് കുറുകി കിട്ടാനായിട്ട് ഇതിലോട്ട് നമ്മൾ പെട്ടെന്നൊന്ന് റെഡിയായി കിട്ടാനായിട്ട് കോൺഫ്ലോറാണ് ചേർക്കുന്നത്. 1/4 കപ്പ് കോൺഫ്ലോർ 1/4 കപ്പ് വെള്ളത്തിൽ കലക്കി നമുക്കിതിലോട്ട് ചേർക്കണം. അതിന് മുമ്പായിട്ട് കളറ് കിട്ടാനായിട്ട് എൻ്റെ കയ്യിൽ മാംഗോ ഫ്ലേവറാണ് ഇരിക്കുന്നത്, ജാക്ക് ഫ്രൂട്ട് ഫ്ലേവറൊന്നുമില്ല. അപ്പം നമ്മുടെ ഈ ജാക്ക് ഫ്രൂട്ടിൻ്റെ ഒരു ടേസ്റ്റ് മുമ്പ് ഇരിക്കുന്ന ഇഷ്ടമില്ലാത്തവർക്കും മാംഗോ ഫ്ലേവർ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ യെല്ലോ കളർ അങ്ങോട്ട് ചേർത്ത് കൊടുത്തു. അതുപോലെ കോൺഫ്ലോർ കലക്കിയതും ചേർക്കുകയാണ്. നല്ല രീതിയിൽ നമുക്കത് കുറുക്കിയെടുക്കാം. പാത്രത്തിൻ്റെ സൈഡിൽ നിന്നെല്ലാം വിട്ടു പോരുന്ന പാത്രത്തിൽ നല്ലൊരു കട്ടയാവുന്ന രീതിയിൽ നമുക്കതൊന്ന് കുറുക്കിയെടുക്കാം. അതിലോട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇളക്കി നമുക്ക് നല്ല രീതിയിൽ അതൊന്ന് ഉരുണ്ടുകൂടി, വല്ലാതെ കട്ടയായി പോകരുത്. അങ്ങനെയായാൽ നമുക്കത് പാത്രത്തിലോട്ട് പരത്താൻ പറ്റത്തില്ല. ഒത്തിരി തണുത്ത് പോകുന്നതിന് മുമ്പ് തന്നെ ഒഴിച്ച് പരത്തുകയും ചെയ്യണം. നല്ലൊരു തിക്കായി വരുന്ന ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്കത് ഒരു നെയ്യ് പുരട്ടിയ ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. നമുക്കൊന്ന് തണുക്കാനായിട്ട് വെക്കണം. എല്ലാം ഒന്ന് നിരത്തി കൊടുക്കാം. നമ്മുടെ ജെല്ലി തണുത്ത ശേഷം ഫ്രിഡ്ജിലോട്ട് വെച്ചൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോഴാണ് നമുക്ക് മുറിച്ചെടുക്കാനൊക്കെ നല്ല എളുപ്പമായിരിക്കുന്നത്. കാരണം നമ്മളിതിലോട്ട് ജലാറ്റിൻ പോലെയുള്ള വസ്തുക്കളൊന്നും ചേർത്തിട്ടില്ലല്ലോ. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് കോൺഫ്ലോറാണ് ചേർത്തിരിക്കുന്നത്. എല്ലാവരും ട്രൈ ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക. ഇതിൻ്റെ ഭംഗി കൂട്ടാനായിട്ട് നമുക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ട് മുക്കിയെടുക്കുകയോ പഞ്ചസാര പൊടിച്ച് തടവി ഇടുകയോ ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.